തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് നീങ്ങുന്നത്. വൈരാഗ്യത്തിനപ്പുറം കുടുംബത്തിന് അന്ധവിശ്വാസമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ജ്യോത്സ്യൻ ശംഖുമുഖം ദേവദാസ് എന്ന പ്രദീപിനെ വിശദമായി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ്. ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം ഞങ്ങളുടെ പ്രതിനിധിയിലേക്കും അതിഥികളായി ഡോക്ടർ ജയപ്രകാശിലേക്കും യുക്തിവാദിയായ മുഹമ്മദ് ഖാനിലേക്കും നമുക്ക് പോകാം. ആദ്യം ഈ റിപ്പോർട്ടൊന്ന് കാണാം. താൻ തന്നെയാണ് കൊല നടത്തിയതെന്ന് പ്രതി ഹരികുമാർ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു. എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം ഇയാൾ വ്യക്തമാക്കിയിരുന്നില്ല. കുട്ടിയുടെ അമ്മയുടെയും അമ്മാവന്റെയും വാട്സപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ചതോടെയാണ് പോലീസിന് സംശയങ്ങൾ വർദ്ധിച്ചത്. സംഭവം നടന്ന വീടിനുള്ളിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളടക്കം വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് കുടുംബം അന്ധവിശ്വാസത്തിനടിമകളായിരുന്നുവെന്നും കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയത്. ഇതോടെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. റൂറൽ SP S സുദർശന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെയും ജ്യോത്സ്യനെയും വിശദമായി ചോദ്യം ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ലെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്? അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയൻറ്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. കുറ്റം ചെയ്തതായി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനായി ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും അച്ഛൻ ശ്രീജിത്തിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ടോടെ പ്രതി ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി കമലേഷിലേക്ക് കൂടി പോവുകയാണ്. കമലേഷ്, 2-3 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒന്ന്, ഇപ്പോൾ എങ്ങനെയാണ് ഈ കേസിൻ്റെ സ്റ്റാറ്റസ്? 2, ഈ അന്ധവിശ്വാസത്തിൻ്റെ എലമെൻറ്റ് അത് പോലീസിന് ഏതാണ്ട് ബോധ്യമാകുന്നു. അങ്ങനെയാണ് ഈ ജ്യോത്സ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. 3, ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാനാകുന്ന, ഔദ്യോഗികമായ വെർഷനല്ല, അനൗദ്യോഗികമായത് കൂടി ചേർത്താൽ? കമലേഷ്. അജിംഷാദ്, ഇതിപ്പോൾ ഈ അറസ്റ്റ്, ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതിപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ഉദ്ദേശം ഒരു 5:30 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ സമയം ഏതാണ്ട് 4 മണിയാവുന്നു. ഇനി അല്പസമയം മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ളത്. അതിനുള്ളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത പോലീസിന് വരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് കോടതിയിലോ അല്ലെങ്കിൽ ഈ ജഡ്ജിയുടെ ചേംബറിലോ ഈ പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും ആ നിലയിലുള്ളൊരു ചോദ്യം ചെയ്യലും മറ്റ് വിശദാംശങ്ങൾ തേടലും ഒക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ്. ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വഴിക്കാണ് ഈ കേസിന്റെ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവർ തമ്മിലുള്ള കുടുംബപരമായ ചില വിഷയങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ അന്ധവിശ്വാസം എന്ന നിലയിലേക്ക്, ആ നിലയിൽ ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്നൊരു നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബവുമായി ബന്ധമുള്ള ഒരു ജ്യോത്സ്യനെ നേരത്തെ ഉച്ചയോടെ കൂടി ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്.
ഈ ജോത്സ്യനുമായി ചില കാര്യങ്ങൾ ഇവർ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഈ കുട്ടി ജനിച്ചതിന് ശേഷമാണ് കുടുംബത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും സാമ്പത്തികമായി വലിയ പ്രയാസം നേരിടുകയും ചെയ്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ജ്യോത്സ്യൻ പറഞ്ഞതായി ചില വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മ ശ്രീതുവുമായി ഈ ജ്യോത്സ്യന് ബന്ധമുണ്ട്. അത് ഇവരുടെ ഗുരുവാണ് ഈ ജ്യോത്സ്യൻ. അതോടൊപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിലുണ്ട്. ഒരു 30 ലക്ഷം രൂപ ശ്രീതുവിൽ നിന്ന്, അതായത് കുട്ടിയുടെ അമ്മയിൽ നിന്ന് ഈ ജ്യോത്സ്യൻ കൈപ്പറ്റിയിട്ടുണ്ട്. ചില വസ്തുവുമായി ബന്ധപ്പെട്ട്, ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാവിലെ തന്നെ ഈ കുട്ടിയുടെയും കൊല്ലപ്പെട്ട കുട്ടിയുടെ മുത്തശ്ശിയെയും അതുപോലെ തന്നെ മൂത്ത സഹോദരിയെയും പിതാവിനെയും അതായത് ഈ ശ്രീജിത്ത് എന്നാണ് ഈ കുട്ടിയുടെ അച്ഛന്റെ പേര്, അവരുടെ പിതാവിനെയും അടക്കം ഇവർ കുടുംബക്കാരെ മുഴുവനായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ വിശദമായ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റൂറൽ SP സുദർശനൻ ഈ കൊലപാതകം നടന്നിട്ടുള്ള വീട്ടിൽ എത്തുകയും അവിടെ വിശദമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ആ സമയം തൊട്ട് SP-യും ഇവിടെയുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ അടക്കം പുരോഗമിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെയാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. അതിനു മുൻപ് പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൂടി വിധേയമാക്കേണ്ടതുണ്ട്. പുതിയ അപ്ഡേഷൻ കൂടിയാണ് നൽകിയത്.